ഹായ് എല്ലാവർക്കും പി എസ് സി മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫയറിൻ്റെ നാലാമത്തെ മോക്ക് ടെസ്റ്റ് ആണ്. ഓൾറെഡി 3 മോക്ക് ടെസ്റ്റ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അപ്പോൾ നമുക്ക് നേരം കളയാതെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, തീപിടുത്തമുണ്ടാകുമ്പോൾ കെമിക്കൽ ചെയിൻ റിയാക്ഷൻ തടസ്സപ്പെടുത്തിക്കൊണ്ട് തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ പൊതുവായി വിളിക്കുന്ന പേര് ഏത്? തീപിടുത്തമുണ്ടാകുമ്പോൾ കെമിക്കൽ ചെയിൻ റിയാക്ഷൻ തടസ്സപ്പെടുത്തിക്കൊണ്ട് തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ പൊതുവായി വിളിക്കുന്ന പേര് ഏത്? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ ശരിയായ ഉത്തരം. ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ ഏജൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പം നമുക്ക് ഏതൊക്കെയാണ് ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ ഏജൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനപ്പെട്ട ഏജൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ജലം, രണ്ടാമത്തത് ഫോം ഏജൻറ്റ്സ്, മൂന്നാമത്തെ DCP അല്ലെങ്കിൽ ഡ്രൈ കെമിക്കൽ പൗഡർ എന്ന് പറയും. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, വെറ്റ് കെമിക്കൽ ഏജൻറ്റ്സ്, ഹാലോൺ വാതകങ്ങൾ. ഓക്കെ അല്ലേ? ഇത്രയാണ് പ്രധാനപ്പെട്ട ഏജൻറ്റ്സ്. അഗ്നിശമന ഏജന്റുകൾ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും എന്താണെന്ന് അല്ലേ. നമ്മുടെ അഗ്നിശമനികളില്ലേ, നമ്മുടെ അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന ഏജന്റുകളെയാണ് നമ്മൾ അഗ്നിശമന ഏജന്റുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പല ഫയറുകൾ പഠിച്ചു അല്ലേ. ക്ലാസ് A പഠിച്ചു, B പഠിച്ചു, C പഠിച്ചു, അങ്ങനെ പഠിച്ചു. അങ്ങനെ പലതിനും പല ഏജന്റുകളാണ് ഉപയോഗിക്കുക. അതായത് നമ്മളിപ്പോൾ ഉള്ളിൽ CO2 നിറയ്ക്കുന്നത് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വെള്ളം നിറയ്ക്കുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡ്രൈ കെമിക്കൽ പൗഡർ നിറയ്ക്കുന്നത് ഉണ്ടായിരിക്കും. അതൊക്കെയാണ് ഈ ഏജന്റ് എന്ന് പറയുന്നത്. ആ നിറയ്ക്കുന്നതാണ് ഓക്കെ. ആ അഗ്നിശമനികളിൽ എന്താണോ നിറയ്ക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇവിടെ ഏജൻറ്റ്സ് തീരുമാനിക്കുക. ഓക്കെ അല്ലേ? ഇപ്പോൾ അതിൽ ഒന്നാമത്താണ് വാട്ടർ, ഫോം ഉണ്ടായിരിക്കും, DCP ഉണ്ടായിരിക്കും, CO2 ഉണ്ടായിരിക്കും, വെറ്റ് കെമിക്കൽ ഉണ്ടായിരിക്കും, ഹാലോൺ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തായിട്ടുള്ള വാട്ടർ നമുക്ക് നോക്കാം. വാട്ടർ എന്താണ്? ഏറ്റവും സാധാരണവും ചിലവ് കുറഞ്ഞതുമായ ഏജന്റ് ആണിത്. ഓക്കെ, ഏറ്റവും സാധാരണവും അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞതുമായ ഏജന്റ് ആണിത്. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് കൂളിംഗ് ആണ്. കൂളിംഗ് നമ്മൾ പഠിച്ചതല്ലേ, കൂളിംഗ് നമ്മൾ പഠിച്ചതാണ്. ഫയർ ട്രയാങ്കിളിൽ ഫ്യൂവൽ ഇവിടെ വരും, ഇവിടെ ഓക്സിജൻ വരും, ഇവിടെ ഹീറ്റ് വരും. ഈ ഹീറ്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ് അല്ലേ കൂളിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഫ്യൂവലിനെ റിമൂവ് ചെയ്യുന്നത് എന്ത് പറയും? ഫ്യൂവലിനെ റിമൂവ് ചെയ്യുന്നത് നമ്മൾ പറയുന്നതാണ് സ്റ്റാർവേഷൻ. ഓക്സിജനെ റിമൂവ് ചെയ്യുന്നത് എന്താണ്? അതാണ് സ്മോദറിങ്. ഓക്കെ, അപ്പോൾ ഏജന്റ് ആയിട്ടുള്ള വാട്ടറിനെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്, പ്രവർത്തന തത്വം എന്ന് പറയുന്നത് കൂളിംഗ് ആണ്, ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ജലം ഉയർന്ന സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് വലിയ തോതിൽ ചൂട് ആഗിരണം ചെയ്യുന്നു. അപ്പൊ എന്താണ് വിശിഷ്ടതാപധാരിത എന്ന് പറഞ്ഞാൽ? വിശിഷ്ടതാപധാരിത എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിൾ ആണ്. എന്താണ്? 1 കിലോഗ്രാം യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള താപത്തെയാണ് വിശിഷ്ടതാപധാരിത എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വിശിഷ്ടതാപധാരിതയുള്ള പദാർത്ഥമാണ് ജലം. എത്രയാണ്? 4200 ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ് വിശിഷ്ടതാപധാരിത എന്തിന്റെ? ജലത്തിന്റെ. ഏറ്റവും കൂടുതൽ വിശിഷ്ടതാപധാരിതയുള്ള മൂലകം ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ഏറ്റവും കൂടുതൽ വിശിഷ്ടതാപധാരിതയുള്ള പദാർത്ഥം ചോദിച്ചാൽ ജലമാണ്, 4200 ആണെന്ന് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ വിശിഷ്ടതാപധാരിത കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ജലത്തിന്റെ ഒരു പോരായ്മയാണ് വൈദ്യുതി കടത്തിവിടുന്നതിനാൽ ഇലക്ട്രിക്കൽ തീപിടുത്തങ്ങളിലും സാന്ദ്രത കുറഞ്ഞ പെട്രോൾ ഡീസൽ തീപിടുത്തങ്ങളിലും ഉപയോഗിക്കാൻ കഴിയില്ല. ജലത്തിന്റെ ഒരു പോരായ്മയാണ് വൈദ്യുതി കടത്തിവിടുന്നതിനാൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിലും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ തീപിടുത്തങ്ങളിലും സാന്ദ്രത കുറഞ്ഞ പെട്രോൾ ഡീസൽ തീപിടുത്തങ്ങളിലും ഉപയോഗിക്കാൻ പറ്റില്ല. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫയർ ആണ് വരിക? അവിടെ ക്ലാസ് E ഫയർ ആണ് അല്ലേ. ക്ലാസ് E ഫയർ ആണ്. പെട്രോൾ, ഡീസൽ ഏത് ഫയറിന്റെ അല്ലെങ്കിൽ ഏത് ക്ലാസിന്റെ ഉദാഹരണമാണ്? ക്ലാസ് B ആണ് അല്ലേ. ഓക്കെ, അടുത്ത് നോക്കാം. ഫോം ആണ് അടുത്ത ഏജന്റ്. ഫോം ആണ്. ഫോം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ. അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ദ്രാവകങ്ങൾ മൂലമുണ്ടാകുന്ന തീ കെടുത്താൻ ഉപയോഗിക്കുന്നു. ദ്രാവകങ്ങൾ മൂലമുണ്ടാകുന്ന തീ എന്ന് പറഞ്ഞാൽ ഏതാണ് ഉൾപ്പെടുന്നത്? ക്ലാസ് Bയിലാണ്. എക്സാമ്പിൾ പെട്രോൾ, മണ്ണെണ്ണ, ഡീസൽ. ഇവ കെടുത്താൻ ഉപയോഗിക്കുന്നത് പതയാണ് അല്ലെങ്കിൽ ഫോം ആണ്. ഇവയുടെ പ്രവർത്തന തത്വം എന്താണ്? സ്മോദറിങ് അല്ലെങ്കിൽ കൂളിംഗ് ആണ്. ഇന്ധനത്തിന് മുകളിൽ ഒരു പതയുടെ പാളി ഉണ്ടാക്കി ഓക്സിജൻ ബന്ധനം വിച്ഛേദിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്സിജൻ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്നതാണ് സ്മോദറിങ്. ഇതിന്റെ ടൈപ്സ് പഠിക്കാനുണ്ട് കേട്ടോ. ഒന്നാമത്തത് കെമിക്കൽ ഫോമിംഗ്, മെക്കാനിക്കൽ ഫോം, AFF.
ഓക്കെ അല്ലേ? കെമിക്കൽ ഫോം, മെക്കാനിക്കൽ ഫോം, എ, എഫ്, എഫ്, എഫ് 3 എഫ് ഉണ്ട് കേട്ടോ, ഓർക്കണം. അതിൽ കെമിക്കൽ ഫോമിൽ ഫോം എങ്ങനെയാണ് വരിക? സോഡിയം ബൈകാർബണേറ്റും അലുമിനിയം സൾഫേറ്റും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്നു. സോഡിയം ബൈകാർബണേറ്റും അലുമിനിയം സൾഫേറ്റും പ്രവർത്തിച്ചുണ്ടാകുന്നു. ഇപ്പോൾ അധികം ഉപയോഗിക്കാത്തതാണ് കേട്ടോ, ഇത് അധികം ഇപ്പോൾ ഉപയോഗിക്കാറില്ല. ഇനി അടുത്തതാണ് മെക്കാനിക്കൽ. ഇവിടെ എന്താണ്? വെള്ളവും അതുപോലെ തന്നെ ഫോം കോൺസെൻട്രേറ്റും വായുവും യന്ത്രസഹായത്തോടെ കലർത്തി ഉണ്ടാക്കുന്നു. ഓക്കെ അല്ലേ? വെള്ളവും അതുപോലെ തന്നെ ഫോം കോൺസെൻട്രേറ്റും വായുവും യന്ത്രസഹായത്തോടെ കലർത്തി ഉണ്ടാക്കുന്നതാണ് മെക്കാനിക്കൽ ഫോം. അടുത്തത് എ, എഫ്, എഫ്, എഫ് 3 എഫ് ഉണ്ട്, ഒരു എയും. എ 3 എഫ് ഇതെന്തിനാണ് ഉപയോഗിക്കുക? ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇത് നമ്മുടെ ഇന്ധനത്തിന് മുകളിൽ ഒരു തിന്നായിട്ട് ഒരു ഫിലിം പോലെ ഉണ്ടാക്കും. അങ്ങനെയാണ് തീ കെടുത്തുന്നത്. ഓക്കെ അല്ലേ? അപ്പം 3 ഉണ്ട്, ഓർക്കണം. ഏതൊക്കെയാണ് 3? ഒന്നാമത്തത് കെമിക്കലാണ്, കെമിക്കൽ, മെക്കാനിക്കൽ, അതുപോലെ തന്നെ എ, എഫ്, എഫ്, എഫ്. ഓക്കെ അല്ലേ? ഈ കെമിക്കൽ ഏതൊക്കെയാണ്? സോഡിയം ബൈകാർബണേറ്റും അലുമിനിയം സൾഫേറ്റും. മെക്കാനിക്കൽ ഏതൊക്കെയാണ്? വെള്ളവും അതുപോലെ തന്നെ ഫോമിൻ്റെ കോൺസെൻട്രേറ്റും വായുവും കലർന്നിട്ട് യന്ത്രത്തിൻ്റെ സഹായത്തോടെയാണ് ഇതിൽ ഫോം ഉണ്ടാക്കുന്നത്. എ, എഫ്, എഫ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഇന്ധനത്തിന് മുകളിൽ ഒരു തിന്നായിട്ട് ഒരു ലെയർ ഉണ്ടാക്കിയിട്ട് തീ കെടുത്തുന്ന രീതിയാണ്. ഓക്കെ അല്ലേ? 3 ഓക്കെ അല്ലേ? അടുത്തതാണ് ഡ്രൈ കെമിക്കൽ പൗഡർ. അടുത്ത ഏജന്റാണ് ഡ്രൈ കെമിക്കൽ പൗഡർ, DCP എന്ന് പറയും. ഡ്രൈ കെമിക്കൽ പൗഡർ രാസപ്പൊടികൾ ഉപയോഗിച്ച് തീ കെടുത്തുന്ന രീതിയാണിത്. ഇവ തീയിലെ ചെയിൻ റിയാക്ഷൻ തടയുന്നു. ഇതിന്റെ ടൈപ്സ് ആണ് 3 ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് BC പൗഡർ, രണ്ടാമത്തത് ABC പൗഡർ അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് പൗഡർ എന്ന് വിളിക്കുന്നു. അടുത്തത് ടെർണറി യൂട്ടേറ്റിക് ക്ലോറൈഡ്. ഇനി ഇവയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മെക്കാനിക്കൽ കോമ്പോസിഷൻ നോക്കാനുണ്ട്. BC പൗഡർ എന്തിനൊക്കെ ഉപയോഗിക്കും? ഏത് തീക്കാണ് ഉപയോഗിക്കുക? ബിയും സിയും അറിയാലോ, ഇത് തന്നെയുണ്ട് ബിയും സിയും. അപ്പോൾ ഉപയോഗിക്കുന്നത് BC പൗഡർ ഉപയോഗിക്കുന്നത് ഏതിലാണ്? ക്ലാസ് ബിയിലും സിയിലുമാണ്. ഓക്കെ, ഇതിലെ പ്രധാനപ്പെട്ട ഘടകം അല്ലെങ്കിൽ കോമ്പോസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ പൊട്ടാസ്യം ബൈകാർബണേറ്റും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഏതാണ്? സോഡിയം ബൈകാർബണേറ്റ്. BCയിൽ ഉപയോഗിക്കുന്നതാണ് സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം ബൈകാർബണേറ്റ്. അതുപോലെ തന്നെ BC ടൈപ്പിൽ മറ്റു ഘടകങ്ങളും ഉപയോഗിക്കാറുണ്ട്. അതിനുള്ള എക്സാമ്പിൾ ആണ് മഗ്നീഷ്യം കാർബണേറ്റ്, അതുപോലെ തന്നെ മഗ്നീഷ്യം സ്റ്റീറേറ്റ്, അതുപോലെ തന്നെ ട്രൈ കാൽസ്യം ഫോസ്ഫേറ്റ്. 3 ഉപയോഗിക്കാറുണ്ട്. മൊത്തം 4. ഒന്ന് സോഡിയം ബൈകാർബണേറ്റ്, അതിന്റെ പകരം പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെ ഉണ്ടാവും? മഗ്നീഷ്യം കാർബണേറ്റ്, ട്രൈ കാൽസ്യം ഫോസ്ഫേറ്റ്, മഗ്നീഷ്യം സ്റ്റീറേറ്റ്. ഓക്കെ അല്ലേ? അതിൽ മഗ്നീഷ്യം സ്റ്റീറേറ്റ് എന്ന് പറയുന്നത് പൗഡർ കട്ട പിടിക്കുന്നതിനെ തടയുന്നതിനെ സഹായിക്കുന്നതാണ്. BC ടൈപ്പിൽ സഹായിക്കുന്നതാണ് മഗ്നീഷ്യം സ്റ്റീറേറ്റ്. ഓക്കെ അല്ലേ? പൗഡർ കട്ട പിടിക്കുന്നത് തടയുന്നതിന് BC ടൈപ്പിൽ ഉപയോഗിക്കുന്ന കെമിക്കലാണ് ഏത്? മഗ്നീഷ്യം സ്റ്റീറേറ്റ്. അടുത്തതാണ് ABC പൗഡർ. ABC പൗഡർ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക? എക്കും ബിക്കും സിക്കും. ക്ലാസ് എക്കും ബിക്കും സിക്കുമാണ് ABC പൗഡർ ഉപയോഗിക്കുക. ഓക്കെ അല്ലേ? അതിൽ പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? അതിൽ പ്രധാനപ്പെട്ടതാണ് മോണോ അമോണിയം ഫോസ്ഫേറ്റ്. ABC പൗഡറിലെ പ്രധാനപ്പെട്ട ഘടകമാണ് മോണോ അമോണിയം ഫോസ്ഫേറ്റ്. അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? എയും ബിയും സിക്കും ഉപയോഗിക്കുന്നു. BC പൗഡറിൽ ഏതായിരുന്നു പ്രധാനപ്പെട്ടത്? സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം ബൈകാർബണേറ്റ് ആണ്. BC പൗഡർ എന്തിനൊക്കെ ഉപയോഗിക്കും? ബിക്കും സിക്കും ആണ് ഉപയോഗിക്കുക. അടുത്തത് ടെർണറി യൂട്ടേറ്റിക് ക്ലോറൈഡ്. അത് തന്നെ ഉണ്ട് അല്ലേ? ക്ലോറൈഡ് ആയിരിക്കും പ്രധാനപ്പെട്ട മിശ്രിതമായിട്ട് അല്ലെങ്കിൽ ഘടകമായിട്ട് വരിക ക്ലോറൈഡ് ആയിരിക്കും. ഏതൊക്കെ ക്ലോറൈഡ് വരും? സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്. ഓക്കെ അല്ലേ? ഇതെന്തിനാണ് ഉപയോഗിക്കുക? ക്ലാസ് ഡിക്കാണ് ഉപയോഗിക്കുക. ഓർക്കണം, ക്ലാസ് ഡിക്കാണ് TEC ഉപയോഗിക്കുക. TEC പൗഡർ ക്ലാസ് ഡിക്കാണ് ഉപയോഗിക്കുക. അതായത് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഇന്ധന സ്വഭാവമുള്ള ലോഹങ്ങൾ, മഗ്നീഷ്യം, സോഡിയം, യുറേനിയം തീപിടുത്തങ്ങൾക്കാണ് പൊതുവെ ഉപയോഗിക്കുക. അപ്പം നമ്മൾ ഏതൊക്കെ പഠിച്ചു? BC പൗഡർ പഠിച്ചു, അതുപോലെ തന്നെ ABC പൗഡർ പഠിച്ചു, TECയും പഠിച്ചു. ഇതിൽ പ്രധാനപ്പെട്ടത് ഏതായിരുന്നു? BCയിൽ സോഡിയം ബൈകാർബണേറ്റ് ആയിരുന്നു. സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഏതിനൊക്കെ ഉപയോഗിക്കും? ബിക്കും സിക്കും ഉപയോഗിക്കുന്നു. അടുത്തത് ABC. ABCനൊക്കെ ഉപയോഗിക്കും?
എ ബി സിക്ക് ഉപയോഗിക്കുന്നു, എക്കും ബിക്കും സിക്കും ഉപയോഗിക്കുന്നു. ഇതിലെ പ്രധാനപ്പെട്ട ഘടകം ഏതായിരുന്നു? മോണോ അമോണിയം ഫോസ്ഫേറ്റ്. മോണോ അമോണിയം ഫോസ്ഫേറ്റ്. ഓക്കെ അല്ലേ? അടുത്തത് TEC ഏതായിരുന്നു? ക്ലോറൈഡ് ആയിരുന്നു അല്ലേ? ക്ലോറൈഡ് മിശ്രിതമാണ്. ഇത് തന്നെ ഉണ്ടല്ലോ ക്ലോറൈഡ്, ഇത് തന്നെ വരുന്നുണ്ട് സി ക്ലോറൈഡ്. ഓക്കെ അല്ലേ? ഏതൊക്കെ ക്ലോറൈഡ് ആയിരുന്നു? സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്. ഇതെന്തിനു ഉപയോഗിക്കുന്നു? ഡി ഫയറിന് ഉപയോഗിക്കുന്നു. ഡി ഫയർ എന്ന് പറയുന്നത് ഏതാണ്? ഇന്ധന സ്വഭാവമുള്ള ലോഹങ്ങളാണ് അല്ലേ? സോഡിയം, മഗ്നീഷ്യം അങ്ങനത്തെ ഒക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ഏജന്റ് ആണ് കാർബൺ ഡയോക്സൈഡ്. അതായത് വാതക രൂപത്തിലുള്ള ഏജന്റ് ആണ് കാർബൺ ഡയോക്സൈഡ്. വാതക രൂപത്തിലുള്ള ഏജന്റ് ആണ് കാർബൺ ഡയോക്സൈഡ്, CO2. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? സ്മോദറിംഗ് ആണ് അല്ലേ? അതായത് വായുവിനേക്കാൾ 1.5 ഇരട്ടി ഭാരമുള്ളതിനാൽ ഇത് ഓക്സിജനെ മാറ്റി തീക്ക് മുകളിൽ ഒരു പുതപ്പ് പോലെ മൂടുന്നു. ഓക്കെ അല്ലേ? വർക്കിംഗ് പഠിച്ചോ? സ്മോദറിംഗ് ആണ്. അടുത്തത്, ഇത് ഒട്ടും വൈദ്യുതി കടത്തിവിടാത്ത വാതകമാണ്. അതായത് നോൺ കണ്ടക്റ്റീവ് ആണ്. അതായത് CO2 ഒരിക്കലും അല്ലെങ്കിൽ ഒട്ടും വൈദ്യുതി കടത്തിവിടാത്ത വാതകമാണ്. അതുകൊണ്ട് എന്താണ്? ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കടുത്ത തണുപ്പായതിനാൽ നേരിയ തോതിൽ കൂളിംഗും നടക്കുന്നു. ഇതിന്റെ ഒരു ഗുണമാണ് കരിയോ അവശിഷ്ടങ്ങളോ ബാക്കി വെക്കില്ല. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ റൂമുകളും ലബോറട്ടറി എന്നിവിടങ്ങളിൽ ഉപയോഗിക്കുന്നു. കാരണം എന്താണ്? ഇവിടെ വൈദ്യുതി കടത്തിവിടാത്ത ഒരു വാതകമാണ് CO2. അതുകൊണ്ട് കമ്പ്യൂട്ടർ റൂമുകൾ, ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിലൊന്നും ഉപയോഗിച്ച പ്രോബ്ലം വരുന്നില്ല. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഏതൊക്കെ ഏജൻസിനെ പഠിച്ചു? വാട്ടർ പഠിച്ചു, ഫോം പഠിച്ചു, DCP പഠിച്ചു. ഇപ്പോൾ അവസാനമായിട്ട് പഠിച്ചത് CO2 ആണ്. ഫോമിൽ 3 ടൈപ്പ് പഠിച്ചിട്ടുണ്ട്, ഓർക്കണം. ഏതൊക്കെയാണ്? കെമിക്കല്, മെക്കാനിക്കല്, പിന്നെ നമ്മൾ പഠിച്ചത് AFF. ഓക്കെ അല്ലേ? DCPയിലും നമ്മൾ 3 പഠിച്ചു. BC ടൈപ്പ്, ABC ടൈപ്പ്, TEC. പിന്നെ ഇപ്പോൾ പഠിച്ചത് CO2 ആണ്. പിന്നെ വാട്ടർ, അതുപോലെ തന്നെ മണലുണ്ട് കേട്ടോ. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും എല്ലാവർക്കും അറിയുന്ന ഒരു പോയിന്റ് ആയിരിക്കും മണൽ ഏജന്റായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ പൊതുസ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ബക്കറ്റിൽ മണലാക്കി വെക്കുന്നത്. ഓക്കെ അല്ലേ? മണൽ ഉപയോഗിക്കാറുണ്ട്. വാട്ടർ, ഫോം, DCP, CO2, മണൽ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത ഏജന്റ് ആണ് വെറ്റ് കെമിക്കൽ. വെറ്റ് കെമിക്കൽ ഏജന്റിനെ കുറിച്ചാണ് അടുത്ത് പറയാനുള്ളത്. വെറ്റ് കെമിക്കൽ ഏജന്റ് ഏതാണ്? അടുക്കളയിലെ തീപിടുത്തങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഏജന്റ്. അടുക്കളയിലെ തീപിടുത്തങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഏജന്റ് ആണ് വെറ്റ് കെമിക്കൽ ഏജന്റ്. അടുക്കളയിലെ തീപിടുത്തങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഏത് ക്ലാസ് ആണ് വരുന്നത്? ക്ലാസ് F ആണല്ലേ വരുന്നത്. നമ്മൾ ക്ലാസ് F ആണ് വരുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു ഫാറ്റ്, ഓയിൽ എന്ന് പഠിച്ചില്ലേ? ഫാറ്റ് ഓർ ഓയിൽ, അടുക്കളയിലെ ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽ എന്നൊക്കെ പഠിച്ചു. ഇതിൽ F വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരുന്നത്. ഓക്കെ അല്ലേ? ക്ലാസ് F ആണ് വെറ്റ് കെമിക്കൽ ഏജൻസ് ഉപയോഗിക്കുന്നത്. ക്ലാസ് Fലാണ് അടുക്കളയിലെ തീപിടുത്തങ്ങൾക്ക്. ഇതിന്റെ പ്രധാന കെമിക്കൽ എന്താണ്? പൊട്ടാസ്യം അസറ്റേറ്റും പൊട്ടാസ്യം സിട്രേറ്റും അതുപോലെ തന്നെ പൊട്ടാസ്യം കാർബണേറ്റും ആണ്. പൊട്ടാസ്യം അസറ്റേറ്റ്, പൊട്ടാസ്യം സിട്രേറ്റ്, അതുപോലെ തന്നെ പൊട്ടാസ്യം കാർബണേറ്റ് ആണ്. പിന്നെ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? സപ്പോണിഫിക്കേഷൻ ആണ്. അതായത് നമ്മുടെ ഈ ഫാറ്റിനെയും അല്ലെങ്കിൽ ഓയിലിനെയൊക്കെ എന്താക്കി മാറ്റും? സോപ്പാക്കി മാറ്റുന്ന പ്രോസസ്സാണ്. സോപ്പാക്കിയിട്ട് അവിടെ എന്ത് സംഭവിക്കും? പത ഫോം ചെയ്യുന്ന മോഡലാണ് വെറ്റ് കെമിക്കൽ. ഓക്കെ അല്ലേ? ഇതിന്റെ പ്രത്യേകത നോക്കാം. ഉയർന്ന താപനിലയിലുള്ള പാചക എണ്ണയുമായി ഈ കെമിക്കൽ പ്രവർത്തിക്കുമ്പോൾ അതൊരു സോപ്പ് പോലുള്ള പതയായിട്ട് മാറി ഓക്സിജനെ തടയുകയും വീണ്ടും തീ പിടിക്കാത്ത വണ്ണം എണ്ണയെ തണുപ്പിക്കുകയും ചെയ്യുന്നു. സെറ്റല്ലേ? അപ്പോൾ വെറ്റ് കെമിക്കൽ ഏജന്റ് പഠിച്ചു. ഫസ്റ്റ് പഠിച്ചത് ഏതായിരുന്നു? മറന്നു പോകരുത്, ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യണം. ഫസ്റ്റ് പഠിച്ചത് വാട്ടർ ആയിരുന്നു. പിന്നെ നമ്മൾ ഫോം പഠിച്ചു, DCP പഠിച്ചു, CO2 പഠിച്ചു, പിന്നെ നമ്മൾ മണൽ എക്സാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ദാ വെറ്റ് കെമിക്കൽ കൂടിയും പഠിച്ചു. ഓക്കെ അല്ലേ? മൊത്തം 7 ടൈപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് 6ാമത്തെ നോക്കാം. ഇതിൽ മണൽ എക്സ്ട്രാ വന്നിട്ടുണ്ട്, നമ്മൾ നോട്ടിലില്ലാത്തത് എക്സ്ട്രാ വന്നിട്ടുണ്ട് മണൽ. അടുത്തതാണ് ഹാലോൺ വാതകങ്ങൾ. അടുത്ത ഏജന്റാണ് ഹാലോൺ വാതകങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം, ഹാലോൺ വാതകങ്ങളെ കുറിച്ച് നോക്കാം. ഹാലോൺ ഗ്യാസ് പണ്ട് ഇലക്ട്രിക്കൽ തീപിടുത്തങ്ങൾക്കും വിമാനങ്ങളിലും വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഏജന്റാണ്. ഓസോൺ പാളിക്ക് നാശമുണ്ടാക്കുന്നതിനാൽ മോൺട്രിയൽ പ്രോട്ടോക്കോൾ പ്രകാരം ഹാലോൺ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. എന്നാണ് നിരോധിച്ചത്? 1994 ജനുവരി 1 നിരോധിച്ചത്.
മോൺട്രിയാൾ പ്രോട്ടോകോൾ പ്രകാരം ഹാലോൺ ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. ഏതാണ് വർഷം? 1994 ജനുവരി 1 മുതൽ നിരോധിച്ചിട്ടുണ്ട്. നിലവിൽ ഹാലോണിന് പകരം ഓസോൺ പാളിയെ ദോഷകരമായി ബാധിക്കാത്ത ഇനർജൻ ഹെപ്റ്റാഫ്ലൂറോപ്രോപ്പെയ്ൻ, അതല്ലെങ്കിൽ FM200 എന്നും പറയാറുണ്ട്, തുടങ്ങിയ ക്ലീൻ ഏജൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ഹാലോണിനെ കുറിച്ച് സെറ്റല്ലേ? ഹാലോൺ എന്താണ്? എക്സാമ്പിൾ പറയുന്നുണ്ട്. ബ്രോമോ ക്ലോറോ ഡൈഫ്ലൂറോമീഥേൻ ഒരു എക്സാമ്പിളാണ്. പണ്ട് ഇലക്ട്രിക്കൽ തീപിടുത്തങ്ങൾക്കും വിമാനങ്ങൾക്കും വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഒരു ഏജന്റാണ്. അതുപോലെ തന്നെ 1994 ജനുവരി 1 ഇത് നിരോധിച്ചിട്ടുണ്ട്. കാരണം എന്തായിരുന്നു? ഓസോൺ പാളിക്ക് നാശമുണ്ടാക്കുന്നതിനെ കൊണ്ടാണ് ഇത് നിരോധിച്ചത്. പിന്നെ ഇപ്പൊ നിലവിൽ ഹാലോണിന് പകരം ഓസോൺ പാളിയെ ദോഷകരമായി ബാധിക്കാത്ത ഇനർജൻ, അതുപോലെ തന്നെ ഹെപ്റ്റോഫ്ലൂറോപ്രോപ്പെയ്ൻ അല്ലെങ്കിൽ FM200 തുടങ്ങിയ ക്ലീൻ ഏജന്റുകളാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം നമ്മൾ ഫസ്റ്റ് നോക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്. ഓക്കെ. ബി ആൻഡ് സി ക്ലാസ് തീപിടുത്തങ്ങളിലും സജീവ വൈദ്യുത ഉപകരണങ്ങളിലെ തീപിടുത്തങ്ങളിലും ഉപയോഗിക്കുന്ന BC ടൈപ്പ് DCP പൗഡറിലെ മുഖ്യ ഘടകം ഏതാണ്? നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കോളം വരച്ചത് ഓർമ്മയില്ലേ? DCP പറഞ്ഞപ്പോൾ 3 ഉണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? BCയും ABCയും TECയും നമ്മൾ പറഞ്ഞ ഓർമ്മയില്ലേ? ഈ BCയിലെ പ്രധാന ഘടകം ഏതായിരുന്നു? സോഡിയം ബൈകാർബണേറ്റ് ആയിരുന്നു. സോഡിയം ബൈകാർബണേറ്റ് ഓപ്ഷൻ ബി ആയിരുന്നു അല്ലെ. ABCയിലെ പ്രധാന ഘടകം ഏതായിരുന്നു? മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആയിരുന്നു. ഇതില് ക്ലോറൈഡ് ആയിരുന്നു അല്ലെ. ഏതൊക്കെ ക്ലോറൈഡ് ആയിരുന്നു ഉൾപ്പെടുന്നത്? ബേരിയം ക്ലോറൈഡ്, അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡ്, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്. ഇതായിരുന്നു TECയിലെ മുഖ്യ ഘടകങ്ങൾ. അതുപോലെ തന്നെ ABCയിലെ മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആയിരുന്നു മുഖ്യ ഘടകം. BCയിലെ സോഡിയം ബൈകാർബണേറ്റ് ആയിരുന്നു. മറന്നു പോകരുത്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം, DCP അഗ്നിശമനികളിലെ പൗഡർ ഈർപ്പം തട്ടി കട്ട പിടിക്കുന്നത് തടയുന്നതിനായിട്ട് BC ടൈപ്പിൽ ചേർക്കുന്ന കെമിക്കൽ ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, മഗ്നീഷ്യം സ്റ്റീറേറ്റ് ആണ്. നമ്മൾ അതുപോലെ തന്നെ BC ടൈപ്പില് പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞു, മുന്നത്തെ ചോദ്യത്തിലുണ്ടായിരുന്നില്ലേ? ഏതായിരുന്നു? സോഡിയം ബൈകാർബണേറ്റ് ആണല്ലേ. സോഡിയം ബൈകാർബണേറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കട്ട പിടിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് മഗ്നീഷ്യം സ്റ്റീറേറ്റും ഉപയോഗിക്കാറുണ്ട്. അടുത്ത ചോദ്യമാണ് നാലാമത്തെ ചോദ്യം. മൾട്ടിപർപ്പസ് ഡ്രൈ കെമിക്കൽ പൗഡർ എന്നറിയപ്പെടുന്നതും ABC ക്ലാസ് തീപിടുത്തങ്ങൾക്ക് ഇലക്ട്രിക്കൽ തീപിടുത്തങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതുമായ അഗ്നിശമനി ഏതാണ്? ABC എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഏതാണ്? ABC ടൈപ്പ് ആണ്. DCP പൗഡറിലെ ഒരു പൗഡറാണ് ABC പൗഡർ അല്ലെങ്കിൽ ABC ടൈപ്പ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, ABC ക്ലാസ് തീപിടുത്തങ്ങൾക്ക് ഇലക്ട്രിക്കൽ തീപിടുത്തങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കുന്ന ABC ടൈപ്പ് അഗ്നിശമനികളിലെ മുഖ്യ ഘടകം പറഞ്ഞതല്ലേ? ഏതാണ്? ഓപ്ഷൻ എ മോണോ അമോണിയം ഫോസ്ഫേറ്റ്. അടുത്തത് ആറാമത്തെ ചോദ്യം, സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങളിലെ തീപിടുത്തങ്ങൾ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന TEC പൗഡറിന്റെ പൂർണ്ണരൂപം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ TECന്റെ പൂർണ്ണരൂപം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ബി അല്ലെ, ടെർണറി യൂട്ടേറ്റിക് ക്ലോറൈഡ് എന്നാണ്. ഏഴാമത്തെ ചോദ്യം, ഇതിലെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ക്ലോറൈഡ് തന്നെ അല്ലെ, സ്റ്റാർട്ടിങ് ക്ലോറൈഡ് തന്നെയായിരുന്നു. പൊട്ടാസ്യം, സോഡിയം, ബേരിയം. സോഡിയം അതുപോലെ തന്നെ പൊട്ടാസ്യം, അതുപോലെ തന്നെ ബേരിയം. ഇങ്ങനെ 3 ക്ലോറൈഡുകളായിരുന്നു TECയിലെ പ്രധാന ഘടകങ്ങൾ. ഏഴാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ DCP പൗഡറുകളുടെ ദോഷഫലങ്ങളിൽ പെടാത്തത് ഏതാണ്? അതായത് ഗുണം ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ പൗഡർ മാലിന്യങ്ങൾ അവശേഷിപ്പിക്കുന്നു. ഇത് ദോഷഫലമല്ലേ? യെസ്, ദോഷഫലമാണ്. DCP പൗഡറിന്റെ മാലിന്യങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട്, അപ്പോൾ ദോഷഫലമാണ്. അതുപോലെ തന്നെ വൈദ്യുത ചാലകം അല്ല, തെറ്റല്ലേ? ഇതെന്താണ്? ഇത് ഗുണമാണ് അല്ലേ? ഇത് ഗുണമാണ്. അതുപോലെ തന്നെ അടുത്തതാണ്, ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ശരിയാണല്ലേ? DCP ഉപയോഗിച്ചാൽ നമുക്ക് ശ്വസനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, അതും ഒരു ദോഷഫലമാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളെ നശിപ്പിക്കാം,
അതും ശരിയാണ്, അതും ഒരു ദോഷഫലമാണ്. അപ്പോൾ ശരിയായത് ഏതാണ്? ഒരു ഗുണമായിട്ട് പറയുന്നത് ഇതാണ്. DCPയിലെ ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് വൈദ്യുതി ചാലകം അല്ല, അതായത് വൈദ്യുതി കടത്തിവിടുന്നില്ല എന്നാണ് അർത്ഥം. 8ാമത്തെ ചോദ്യം നോക്കാം. ഓസോൺ പാളിക്ക് വൻതോതിൽ നാശമുണ്ടാക്കുന്നതിനാൽ മോൺട്രിയാൽ ഉടമ്പടി പ്രകാരം 1994 ജനുവരി 1 മുതൽ ലോകവ്യാപകമായി നിരോധിച്ച അഗ്നിശമന ഏജന്റ് ഏതാണ്? 1994 ജനുവരി 1 മുതൽ ലോകവ്യാപകമായി നിരോധിച്ച അഗ്നിശമന ഏജന്റ് ഏതാണ്? നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഏതാണ്? ഹാലോണുകളാണ്. ഓപ്ഷൻ എ ഹാലോണുകളാണ്. 9ാമത്തെ ചോദ്യം. ഹാലോണുകൾക്ക് പകരമായി നിലവിൽ ഉപയോഗിക്കുന്നതും ദ്രാവക രൂപത്തിൽ സംഭരിച്ച് പ്രയോഗിക്കുമ്പോൾ വാതകമായി പുറത്തു വരുന്നതുമായ ക്ലീൻ ഏജന്റിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഹെപ്റ്റാഫ്ലൂറോപ്രോപ്പെയ്ൻ. ഓക്കെ അല്ലേ? ഹെപ്റ്റാഫ്ലൂറോപ്രോപ്പെയ്ൻ എന്താണ്? ഹാലോണുകൾക്ക് പകരമായി നിലവിൽ ഉപയോഗിക്കുന്നതും ദ്രാവക രൂപത്തിൽ സംഭരിച്ച്, ശ്രദ്ധിക്കണേ, ദ്രാവക രൂപത്തിൽ സംഭരിച്ച് പ്രയോഗിക്കുമ്പോൾ വാതകമായി പുറത്തു വരുന്നതുമായ ക്ലീൻ ഏജന്റ്. അതിനൊരു ഉദാഹരണമാണ് ഹെപ്റ്റാഫ്ലൂറോപ്രോപ്പെയ്ൻ അല്ലെങ്കിൽ FM200 എന്നും കൂടി ഓർത്തു വെച്ചേക്കുക. 10ാമത്തെ ചോദ്യം. എണ്ണകൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പെയിന്റുകൾ എന്നിവയിൽ ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ അഗ്നിശമന മാധ്യമം ഏതാണ്? എണ്ണകൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പെയിന്റുകൾ ഏതിന് ഉദാഹരണമാണ്? ക്ലാസ് ബിന് ഉദാഹരണമാണ്. ഇവയ്ക്ക് ഉപയോഗിക്കുന്ന നല്ല ഏജന്റ് ഏതാണ്? ഓപ്ഷൻ ബി പതയാണ് അല്ലേ, പതയാണ് ഏറ്റവും നല്ല ഏജന്റ്. ക്ലാസ് ബിക്ക് ഏറ്റവും നല്ലത് പതയാണ്. ക്ലാസ് എക്ക് നല്ലത് ഏതാണ്? വാട്ടറാണ്, ഏജന്റ് വാട്ടറാണ്. ക്ലാസ് ബിക്ക് ഏതാണ്? പതയാണ്, ഫോം എന്ന് പറയും. അതുപോലെ തന്നെ പെട്രോള്, അതുപോലെ തന്നെ എണ്ണകൾ, പെയിന്റുകൾ എന്നിവയ്ക്കൊക്കെയാണ് ക്ലാസ് ബി എന്ന് പറയുക. അതിനെ യൂസ് ചെയ്യുന്ന ഏജന്റ് എന്ന് പറയുന്നത് പതയാണ്, ഓർത്ത് വെക്കണം. 11ാമത്തെ ചോദ്യം. ജലത്തിന്റെ ഉയർന്ന ബാഷ്പീകരണ ലീന താപം എത്രയാണ്? ഓപ്ഷൻ ബി 540 കലോറി പെർ ഗ്രാം ആണ്. 540 കലോറി പെർ ഗ്രാം ആണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ വിശിഷ്ടതാപധാരിത, ജലത്തിന്റെ വിശിഷ്ടതാപധാരിത പഠിച്ചിരുന്നല്ലോ. എത്രയാണ്? 4200 ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് അല്ലെ. 4200 ആണ്, ഓർക്കണം. വിശിഷ്ടതാപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം എന്ന് ചോദിച്ചാലും ജലമാണ് ഉത്തരം. വിശിഷ്ടതാപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ് ഉത്തരം. 12ാമത്തെ ചോദ്യം. വാതക രൂപത്തിലുള്ള അഗ്നിശമന മാധ്യമങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വാതക രൂപത്തിലുള്ള അഗ്നിശമന മാധ്യമങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നമുക്ക് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് 1ാമത്തെ ഓപ്ഷൻ. കാർബൺ ഡൈ ഓക്സൈഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വാതക രൂപത്തിലുള്ളതാണ്. അപ്പൊ ഏതാണ്? ഇത് വാതക രൂപത്തിലാണ്. ഹാലോണുകൾ അതും വാതക രൂപത്തിലാണ്. ക്ലീൻ ഏജന്റ് അതും വാതക രൂപത്തിലാണ്. അപ്പൊ ഏതാണ് വാതക രൂപത്തിൽ അല്ലാത്തത്? മോണോ അമോണിയം ഫോസ്ഫേറ്റ്. ശരിയായ ഉത്തരം മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. മോണോ അമോണിയം ഫോസ്ഫേറ്റ് എന്താണ്? ഇത് ഒരു DCP പൗഡർ ആണ് അല്ലെ, ഡ്രൈ കെമിക്കൽ പൗഡർ ആണ് മോണോ അമോണിയം ഫോസ്ഫേറ്റ്. ഇത് ഖരരൂപത്തിലാണ് കേട്ടോ, ഖരരൂപത്തിലുള്ള ഒരു പൗഡർ ആണ് മോണോ അമോണിയം ഫോസ്ഫേറ്റ്. 13ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ജലത്തിന്റെ ശരിയായ സവിശേഷതകൾ ഏതെല്ലാമാണ്? താഴെ പറയുന്നവയിൽ ജലത്തിന്റെ ശരിയായ സവിശേഷതകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. 1ാമത്തത് ഉയർന്ന വിശിഷ്ടതാപധാരിതയുണ്ട്, നമ്മൾ പറഞ്ഞില്ലേ 4200 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാട്ടർ സ്പ്രേ ഓക്സിജന്റെ സാന്നിധ്യം കുറയ്ക്കുന്നു. വാട്ടർ സ്പ്രേ ചെയ്യുമ്പോൾ ഓക്സിജന്റെ സാന്നിധ്യം കുറയ്ക്കുന്നു, അതും ശരിയാണ്. കാർബണിക വസ്തുക്കളുടെ ഉൾഭാഗം നനച്ച് ചെയിൻ റിയാക്ഷൻ തടയുന്നു. ശരിയാണല്ലേ, 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി 1, 2, 3 എല്ലാം എന്ന ഓപ്ഷനാണ് ശരിയായി വന്നിരിക്കുന്നത്. താഴെ നൽകിയിരിക്കുന്ന അഗ്നിശമനികളിലെ അവയിലെ പ്രധാന ഘടകങ്ങളുമായി ശരിയായി ജോഡി ചേർക്കുക. ശരിയായി ജോഡി ചേർക്കാനുള്ള ഒരു ചോദ്യമാണ്. നോക്കാം. BC ടൈപ്പ് DCP നമ്മൾ പറഞ്ഞതാണല്ലേ. BC ടൈപ്പിൽ എന്താണ് പ്രധാന ഘടകം? BC ടൈപ്പിൽ പ്രധാന ഘടകം സോഡിയം ബൈകാർബണേറ്റ് ആണ്. അപ്പോൾ 1 സിയിലോട്ട് പോകും. രണ്ടാമത്തത് ABC ടൈപ്പ്. ABC ടൈപ്പിൽ ഏതാണ് പ്രധാനപ്പെട്ടത്? ABC ടൈപ്പിൽ പ്രധാനപ്പെട്ടതാണ് മോണോ അമോണിയം ഫോസ്ഫേറ്റ്.
2 എയിലോട്ട് പോകും. 3 TEC ടൈപ്പ് ക്ലോറൈഡ് ആണ്. നമുക്കറിയാം ഏതൊക്കെ ക്ലോറൈഡ് ആണ്? സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്. ഓപ്ഷനിൽ സോഡിയവും പൊട്ടാസ്യവും ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബിയിലോട്ടാണ്. 3 ബിയിലോട്ട് പോകും. അടുത്തത് ക്ലീൻ ഏജന്റ് നമ്മൾ പറഞ്ഞു ഹെപ്റ്റോ ഫ്ലൂറോ പ്രൊപ്പൈൻ അല്ലെങ്കിൽ FM200 എന്നും പറഞ്ഞു. ഹെപ്റ്റ ഫ്ലൂറോ പ്രൊപ്പൈൻ 4 ഡി തന്നെ പോകും. ഓക്കെ അല്ലേ? ക്ലീൻ ഏജന്റിന്റെ ഉദാഹരണമാണ് ഹെപ്റ്റ ഫ്ലൂറോ പ്രൊപ്പൈൻ. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ ആണ് ശരിയായത് വരുന്നത് അല്ലെ. 1 സിയും 2 എയും 3 ബിയും 4 ഡിയും. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഇതുവരെ നോക്കിയ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് റിവിഷൻ അടിക്കാം. ഓക്കെ, നമ്മൾ പഠിച്ചത് എന്താണ്? അഗ്നിശമന ഏജന്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജന്റ് ആണ് വാട്ടർ. രണ്ടാമത്തെ ഒരു ഏജന്റ് ആണ് ഫോം. ഫോം പഠിക്കുമ്പോൾ നമ്മൾ ഒരു 3 കാര്യങ്ങളും എക്സ്ട്രാ പഠിക്കണം. ഫോം 3 വിധത്തിലാണുള്ളത്. കെമിക്കൽ ഫോം, കെമിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ AFF 3 ഉണ്ട് കേട്ടോ. ഇതെന്താണ് ഉണ്ടാക്കുന്നത്? ഒരു തിൻ ഫിലിം ഉണ്ടാക്കിയിട്ടാണ് തീ കെടുത്തുന്നത് എന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തത് വരുന്നത് DCP ആണ്, ഡ്രൈ കെമിക്കൽ പൗഡർ ആണ്. ഡ്രൈ കെമിക്കൽ പൗഡർ 3 ടൈപ്പ് ഉണ്ട് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. BCയും ABCയും അതുപോലെ തന്നെ TECയും. BCയിലെ മെയിൻ ഘടകം എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. സോഡിയം ബൈകാർബണേറ്റ് ആണ്. ABCയിലെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഏതാണ്? മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. ഓക്കെ അല്ലേ? TECയിലെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഒരു ക്ലോറൈഡുകളാണ് അല്ലേ. 3 ക്ലോറൈഡുകൾ, പൊട്ടാസ്യം, സോഡിയം, ബേരിയം. പൊട്ടാസ്യം, സോഡിയം, ബേരിയം ക്ലോറൈഡുകളാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ BC എന്തിനു ഉപയോഗിക്കുന്നു? ബിയും സിയും ക്ലാസിഫയറിനെ ഉപയോഗിക്കുന്നതാണ് BC. ABC ആണെങ്കിലോ എയും ബിയും സി ക്ലാസിഫയറിനെ ഉപയോഗിക്കുന്നതാണ്. TEC പൊതുവായിട്ട് D, അതായത് ഇന്ധന സ്വഭാവമുള്ള ലോഹങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് TEC. പിന്നെ അടുത്ത ഏജന്റ് ആണ്, നാലാമത്തെ ഏജന്റ് നമ്മൾ പറഞ്ഞു. നാലാമത്തെ ഏജന്റ് ഏതാണ്? CO2. CO2 എന്ന് പറയുന്നത് വാതക രൂപത്തിലുള്ള ഒരു ഏജന്റ് ആണെന്ന് ഓർത്ത് വെക്കണം. പിന്നെ വൈദ്യുതി കടത്തിവിടാത്ത ഒരു ഏജന്റും കൂടിയാണെന്ന് ഓർത്ത് വെക്കണം. വൈദ്യുതി കടത്തിവിടാത്ത ഒരു ഏജന്റും കൂടിയാണെന്ന് ഓർത്ത് വെക്കണം. അഞ്ചാമത് പഠിച്ചത് ഏതാണ്? വെറ്റ് കെമിക്കൽ. വെറ്റ് കെമിക്കൽ ഏജന്റ് അല്ലേ. വെറ്റ് കെമിക്കൽ ഏജന്റ് അതെന്തിനാണ് ഉപയോഗിക്കുക? വെറ്റ് കെമിക്കൽ പൊതുവായിട്ട് ഉപയോഗിക്കുക ക്ലാസ് F, അടുക്കളയിലെ ഓയിൽ, ഫാറ്റ് എന്നീ തീപിടുത്തങ്ങൾക്കാണ് വെറ്റ് കെമിക്കൽ ഏജന്റ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ആറാമത്തത് ഹാലോൺസ് ആണ് പഠിച്ചത്. ഹാലോണുകൾ. ഹാലോണുകൾ നിലവിലില്ല. 1994 ജനുവരി 1 നിരോധിച്ചിട്ടുണ്ട്. കാരണം ഓസോൺ പാളിക്ക് ഉണ്ടാകുന്ന ഇതാണ്, ഓസോൺ പാളി നശിക്കുന്നത് കൊണ്ടാണ് ഇത് നിർത്തലാക്കിയത്. 1994 ജനുവരി 1 നിർത്തലാക്കിയത് ഓർത്ത് വയ്ക്കുക. അതിന്റെ പകരമാണ് ക്ലീൻ ഏജന്റുകൾ വന്നു. ക്ലീൻ ഏജന്റുകൾ അതിന് പകരം വന്നതാണ്. പ്രധാനപ്പെട്ട ഒരു ക്ലീൻ ഏജന്റിന്റെ ഉദാഹരണമാണ് ഏത്? ഹെപ്റ്റ ഫ്ലൂറോ പ്രൊപ്പൈൻ. ഹെപ്റ്റ ഫ്ലൂറോ പ്രൊപ്പൈൻ അതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. അതിന്റെ മറ്റൊരു പേരാണ് FM200. ഓക്കെ അല്ലേ? ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവിഷൻ അടിക്കുക. ഇതിൽ നിന്ന് എന്ത് ചോദ്യം വന്നാലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ അല്ലേ?